Hi 10th, welcome back to my channel. And today we are going to discuss, up to example 5 we have discussed. Today we are going to discuss example 6 and 7, and if it is possible example 8 also. Okay. Anyway, let me try to finish these examples by today. Let me try. And before starting the session, let me inform a few important things. I already informed, this is a reminder. ഞാൻ പറഞ്ഞിരുന്നു ഡിസംബറിൽ നമ്മൾ ഫസ്റ്റ് മോഡൽ എക്സാം തുടങ്ങും. ഐ തിങ്ക് ബൈ ദ സെക്കൻഡ് വീക്ക് ഓഫ് ഡിസംബർ ഓർ ബൈ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ വി വിൽ സ്റ്റാർട്ട്. ഡിസംബറിൽ നമ്മൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം നിങ്ങൾ വിചാരിക്കുക. പിന്നെ ഈ മാസം നവംബർ ലാസ്റ്റിൽ നമ്മൾ പോസ്റ്റ് മിഡ് ടേം എക്സാം കണ്ടക്ട് ചെയ്യും. എന്ത് പോസ്റ്റ് മിഡ് ടേം എക്സാം നമ്മൾ നവംബർ ലാസ്റ്റോടുകൂടി കണ്ടക്ട് ചെയ്യും. ഓക്കെ, അതിനുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി ഇൻഫോംഡ് ആണ്. ഞാൻ ഒന്നും കൂടെ പറയുന്നു. സർഫസ് ഏരിയ ആൻഡ് വോളിയംസ്. ഓക്കെ, സർഫസ് ഏരിയ ആൻഡ് വോളിയംസ്, പിന്നെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ട്രയാങ്കിൾസ്. ഈ 2 ചാപ്റ്ററാണ് നിങ്ങൾ പോസ്റ്റ് മിഡ് ടൈം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. മാർക്ക് ചെയ്യാത്ത കുട്ടികൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇതിപ്പോഴേ ഞാൻ ഒഫീഷ്യൽ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് കംപ്ലീറ്റ്. ട്രയാങ്കിൾസ് നമ്മൾ എവിടെ പഠിപ്പിച്ച് നിർത്തുന്നു അവിടം വരെ, നിങ്ങളുടെ പോസ്റ്റ് മിഡ് ടൈം എക്സാമിന് മുമ്പ് എവിടം വരെ പഠിപ്പിച്ച് നിർത്തുന്നു അവിടം വരെ ട്രയാങ്കിൾസ്, പിന്നെ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ്, ഈ 2 ചാപ്റ്ററും ആണ് പോസ്റ്റ് മിഡ് ടൈം എക്സാമിനുള്ളത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് മോഡൽ എക്സാം. ഫസ്റ്റ് മോഡൽ എക്സാമിന് മൊത്തം ഓൾ 15 ചാപ്റ്റേഴ്സ് യു ആർ സപ്പോസ് ടു പ്രിപ്പയർ. ഐ തിങ്ക് we could complete this chapter triangle before first model exam. അങ്ങനെയാണെങ്കിൽ എല്ലാ ചാപ്റ്ററും ഉണ്ടാവും. 100% എല്ലാ ചാപ്റ്ററിൽ നിന്നും അതായത് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനുസരിച്ച്, നിങ്ങൾക്കറിയാം സിലബസ് നോക്കിയ വെയിറ്റേജ് മനസ്സിലാവും. അതിനനുസരിച്ച് ആ വെയിറ്റേജിനല്ല നമ്മളിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മളൊരു തേർഡ് മോഡൽ എക്സാം അല്ലെങ്കിൽ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ഓരോ ചാപ്റ്ററിനും കറക്റ്റ് വെയിറ്റേജ് കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങളൊക്കെ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് 15 ചാപ്റ്ററിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻസും, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനും എക്സ്ട്രാ ക്വസ്റ്റ്യനും ഹയർ ഓർഡർ ക്വസ്റ്റ്യനും ഒക്കെ എക്സ്പെക്ട് ചെയ്യണം. അപ്പം നല്ലതുപോലെ ഇപ്പം നിങ്ങൾ ഇൻ ടെക്സ്റ്റ് റിവിഷൻ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നവംബർ ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്ന ഡെഡ് ലൈൻ എന്ത് തീർക്കാൻ, ഇൻ ടെക്സ്റ്റ് റിവിഷൻ. ആ ഇൻ ടെക്സ്റ്റ് റിവിഷൻ നവംബർ ലാസ്റ്റ് തീർക്കുന്ന ഓരോ കുട്ടിക്കും ഡിസംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്ന മോഡൽ എക്സാം വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇൻ ടെക്സ്റ്റ് റിവിഷൻ തീർക്കുക. ഇപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യനിലോട്ട് പോകണ്ട. ഇൻ ടെക്സ്റ്റ് റിവിഷൻ ഓൾ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ചെയ്ത് തീർക്കുക നവംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും. അപ്പോൾ ഫസ്റ്റ് മോഡൽ എക്സാം ഈസ് ഗോയിങ് ടു ബി വെരി സിമ്പിൾ എക്സാം ഫോർ യു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അപ്പം പോസ്റ്റ് മിഡ് ടൈം എക്സാം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് മോഡൽ എക്സാമിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ ഇൻ ടെക്സ്റ്റ് റിവിഷൻ്റെ കാര്യം പറഞ്ഞു. ഈ കാര്യങ്ങൾ 3. ഇനി നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പിൽ ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്യില്ല. നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് തന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഷാൽ വി ഗോ ടു ദ എക്സാമ്പിൾ 6 നൗ? യെസ്, what I'm thinking is I have to finish this example today. Example 6, 7 and 8, I don't know. And see, example 7 ഞാൻ കുറച്ച് സ്പീഡിൽ നമുക്ക് പോകാം. എക്സാമ്പിൾ 6 ആണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, P40 കിട്ടിയത്. സി ഇവിടെ നോക്കാം. ഇൻ ഫിഗർ എക്സാമ്പിൾ 6, ഇൻ ഫിഗർ OA × OB = OC × OD. നോക്കി, വളരെ വിചിത്രമായിട്ടൊരു കാര്യം തന്നേക്കുന്നത്, നമ്മൾ ഇതുവരെ കാണാത്തത്. OA നടുക്കുള്ള ഡോട്ട് സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു ആട്ടോ. dot stands for into multiplication. So I can read it as OA × OB = OC × OD. So in the figure ഇത് തന്നിട്ടുണ്ട്. എന്താണ്? ഇതാണ് ഗിവൺ കാര്യം. ഇതാണ് OA × OB = OC × AD. ആ ഗിവൺ ആയിട്ടുള്ള അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ദാറ്റ് ആംഗിൾ A = ആംഗിൾ C ആൻഡ് ആംഗിൾ B = ആംഗിൾ D. നിങ്ങൾക്ക് വിചിത്രമായിട്ടൊക്കെ തോന്നിയേക്കാം. എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. സോ എക്സാമ്പിൾ 6, ലെറ്റ് മീ ഡ്രോ ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഗിവൺ OA × OB = OC × OD. എന്താണ് പറഞ്ഞേക്കുന്നത്? എന്താണ് ഗിവൺ ആയിട്ടുള്ള കാര്യം? OA × OB, അതായത് OA എന്ന് പറയുന്ന ഈ ഒരു സൈഡിൻ്റെയും OB എന്ന് പറയുന്ന സൈഡിൻ്റെയും പ്രൊഡക്റ്റ്. OA × OB, ഐ റിപ്പീറ്റ്, പ്രൊഡക്റ്റ് ഓഫ് ദ സൈഡ്സ് OA ആൻഡ് OB, OA × OB ഈസ് ഈക്വൽ ടു OC × OD എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പരിചയമില്ലാത്തൊരു സാധനമാണ് തന്നേക്കുന്നത് ഇങ്ങനെ ഇൻറ്റു ഫോമിൽ. കുഴപ്പമില്ല, അവിടെ കിടക്കട്ടെ. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ആംഗിൾ Aയും ആംഗിൾ Cയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ ആംഗിൾ Bയും ആംഗിൾ Dയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ചുരുക്കം പറഞ്ഞാൽ ആംഗിൾ Aയും ആംഗിൾ Cയും
ഈ രണ്ട് ആംഗിൾ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെയാണ് നിങ്ങളുടെ ഇനി ഐഡിയ പ്രവർത്തിപ്പിക്കേണ്ടത്. ആംഗിൾ എയും ആംഗിൾ സിയും, ആംഗിൾ എ ഈ ട്രയാങ്കിളിലെ ഒരാംഗിളാണ്, ആംഗിൾ സി ഈ ട്രയാങ്കിളിലെ ഒരാംഗിളാണ്. പിന്നെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണ്ടേ? ആംഗിൾ ബി ഈ ട്രയാങ്കിളാണ്, ആംഗിൾ ഡി ഈ ട്രയാങ്കിളാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിലെയും ഇങ്ങനെ ഓരോ പെയർ ആംഗിൾസാണ് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എപ്പോഴാണ് രണ്ട് ട്രയാങ്കിൾസിലെ ആംഗിൾസ് ഈക്വൽ ആവുക? ഒന്നെങ്കിൽ കോൺഗ്രുവൻ്റ് ആണെങ്കിൽ, ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവും. ഷുവറാണത്. പക്ഷേ ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണോ? ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇതാണ് ശരിക്കും ഫിഗർ. ഇത് ചെറുതും ഇത് വലിയ ട്രയാങ്കിളാണ്. ഞാൻ വരച്ചപ്പോൾ ഏകദേശം ഒരുപോലെ ആയി വന്നുള്ളൂ. ഇത് ചെറുത് വലുതാണ്. അപ്പം കോൺഗ്രുവൻ്റ് എന്നുള്ള ക്രൈറ്റീരിയ ആണോ? അല്ല. ഇനി നമുക്ക് ഏത് ക്രൈറ്റീരിയ ഉപയോഗിക്കാനുള്ളത്? യെസ്, സിമിലാരിറ്റി. ദാറ്റ് മീൻസ് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താലും, കാരണം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിലും സൈഡ്സ് റേഷ്യോയിലായിരിക്കും. സൈഡ്സ് പരസ്പരം ഈക്വൽ ആവണമെന്നില്ല, സൈഡ്സിൻ്റെ റേഷ്യോ ആണ് ഈക്വൽ ആവേണ്ടത്. പക്ഷേ എന്നിരുന്നാലും ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവണമല്ലോ രണ്ട് സിമിലർ ട്രയാങ്കിളിൽ. ഐ തിങ്ക് യു നോട്ട് അണ്ടർസ്റ്റുഡ്. നോ, വൺ സെക്കൻഡ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വലാണ്, ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഈക്വലാണ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഈ ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ആംഗിൾസ് ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷേ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ചെറുത് വലുതാണ്, ഒരിക്കലും കോൺഗ്രുവൻ്റ് ആവില്ല. പിന്നെ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ നടക്കും? പറ്റും. കാരണം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പം രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിലൂടെയാണ് ഇതിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് ഐഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഹാഫ് ഡൺ ഓർ ഹാഫ് റീച്ച്ഡ് ഓർ കംപ്ലീറ്റ്ലി റീച്ച്ഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ പ്രൂഫിലോട്ട് നമ്മൾ പോവാണ്. ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ലക്ഷ്യം. സോ കൺസിഡർ ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ BOC. അപ്പോൾ നമ്മൾ കൺസിഡർ എന്ന് പറയുമ്പോൾ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ രണ്ട് ട്രയാങ്കിളിൻ്റെ പേര് ഇഷ്ടമുള്ള പോലെ എഴുതാം. സിമിലാർ ആണെന്ന് പറഞ്ഞ് എഴുതുമ്പോഴാണ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, കറസ്പോണ്ടിങ് വെർട്ടിസസ് നോക്കി എഴുതേണ്ടത്. ഇപ്പോൾ കൺസിഡർ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ നേരത്തെ രണ്ട് ട്രയാങ്കിളിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, ഓർഡർ ഒന്നും നോക്കണ്ട. സോ ഐ എം ഗോയിങ് ടു കൺസിഡർ ട്രയാങ്കിൾ AOD ആൻഡ് ട്രയാങ്കിൾ BOC. Okay, I'm going to prove that two triangles are similar, isn't it? So, how we can prove those triangles are similar? Can you tell me that? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് SSS ക്രൈറ്റീരിയ ഉപയോഗിക്കണം. ബട്ട് ദർ ഇസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദ സൈഡ്സ് 3 തന്നിട്ടാണെങ്കിൽ അതിൻ്റെ റേഷ്യോ ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് SSS റൂൾ അപ്ലൈ ചെയ്യാം. നിങ്ങൾ SSS റൂൾ ഒരിക്കലും ചില കുട്ടികൾ കണ്ടൊരു പ്രവണതയാണ്, സൈഡ്സ് SSS റൂൾ എന്ന് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് പരസ്പരം ഈക്വൽ ആവുമെങ്കിൽ SSS റൂൾ ഉപയോഗിക്കാമെന്ന്. ഞാൻ വീണ്ടും പറയുന്നു, അല്ല. അത് കോൺഗ്രുവൻസിലായിരുന്നു. സിമിലാരിറ്റിയിൽ സൈഡ്സ് പരസ്പരം ഈക്വൽ ആവുകയല്ല വേണ്ടത്. പിന്നെ എന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ പരസ്പരം ഈക്വൽ ആകുമ്പോഴാണ് SSS റൂൾ ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ SSS റൂൾ അൺഫോർച്ചുനേറ്റ്ലി പറ്റില്ല, കാരണം 3 സൈഡ് തന്നിട്ടില്ല. പിന്നെ ഉപയോഗിക്കേണ്ടതാണ് SAS ഉപയോഗിക്കണമെങ്കിൽ ഒരു ആംഗിളെങ്കിലും തരണം, അതും തന്നിട്ടില്ല. രണ്ട് സൈഡും അതും തന്നിട്ടില്ല. പിന്നെ അപ്പോൾ നമ്മൾ എന്തിപ്പം ഉപയോഗിക്കുക എന്നുള്ള കാര്യത്തിൽ ചെറിയ കൺഫ്യൂഷനൊക്കെ വരും. പക്ഷേ നമുക്കിപ്പം ഉള്ളതിപ്പം നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും ഈ ട്രയാങ്കിളിലെ ഈ ആംഗിളും പരസ്പരം ഈക്വലാണെന്നുള്ള കാര്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റുമല്ലോ. അത് എളുപ്പമായിട്ട് നമുക്ക് പറയത്തില്ലേ? കാരണം എന്താ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. അത് പരസ്പരം ഈക്വലായിരിക്കും. രണ്ട് ലൈൻ ഇങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും ഈക്വലാണ്. കാരണം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ. സോ ദിസ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ ടു ദിസ് ആംഗിൾ. വേണമെങ്കിൽ നിങ്ങൾ ആംഗിൾ 1 എന്ന് വിളിച്ചോളൂ. ആംഗിൾ 1 എന്ന് വിളിക്കണം. നിങ്ങൾ ആംഗിൾ AOD എന്ന് ഈ ആംഗിളിനെ വിളിക്കാം, ആംഗിൾ COB എന്ന് ഈ ആംഗിളിനെ വിളിക്കാം, അല്ലേ? അത് നമുക്ക് എഴുതി കൂടെ? അത് ഡയറക്റ്റ് എഴുതാലോ. യെസ്, ആംഗിൾ AOD = ആംഗിൾ BOC. ആവുന്നതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് എഴുതാലോ. യെസ്, അപ്പോൾ അത് രണ്ടും ഈക്വലാണ്. കാരണം എന്താ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി, അല്ലേ? ഇനി വേറെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ഒരു ആംഗിളിൻ്റെ കാര്യം, ഒന്നും സൈഡിൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗിവണിലോട്ട് നോക്കുക. എന്താ പറയുന്നത്? ആൻഡ് ഗിവൺ ദാറ്റ് വാട്ട് ഈസ് ഗിവൺ? പറ. OA × OB = OC × OD എന്നവർ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? OA × OB = OC × OD എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയാലോ? നമുക്കൊന്ന് നോക്കാം. എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നറിയോ? OA ഇവിടെ നിർത്തുക. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. OA ഇവിടെ നിർത്തുക. പിന്നെ ഇവിടെയുള്ള OD ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ OD ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ OD ആവും. റൈറ്റ് സൈഡിൽ ഇപ്പോൾ എന്താ ബാക്കിയുള്ളത്? OC. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള OB ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ OB. OA ഇവിടെ നിർത്തി,
ഇവിടെയുള്ള ഓടി ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഇൻറ്റു ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ബൈ ഓടി ആവും. റൈറ്റ് സൈഡിലെ പോസി ബാക്കിയുണ്ട്, ലെഫ്റ്റ് സൈഡിലുള്ള ഇൻറ്റു ഒ ബി റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ ഒ ബി ആവും. ഇതിനെ ഫസ്റ്റ് എക്സ്പ്രഷൻ വിളിക്കാം, ഇതിനെ സെക്കൻഡ് എക്സ്പ്രഷൻ വിളിക്കാം. ഈ ഫസ്റ്റും സെക്കൻഡും എക്സ്പ്രഷൻ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണെന്നല്ലേ നമുക്ക് നോക്കാം. നിങ്ങളെ ഫസ്റ്റും സെക്കൻഡും എക്സ്പ്രഷൻ നല്ലതുപോലെ ഒന്ന് വായിച്ച് എന്നിട്ട് ഫിഗർ വെച്ചൊന്ന് ആലോചിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുമോ നോക്കാമല്ലോ. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആംഗിളും ഈക്വലാണെന്ന്. ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഓരോ ആംഗിൾ ഈക്വലാണ്. ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെയുള്ള സൈഡും ഇപ്പുറത്തുള്ള സൈഡും, അതായത് ഈ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സൈഡും ഈ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സൈഡിൻ്റെയും റേഷ്യോകൾ ഈക്വലായി കഴിഞ്ഞാൽ നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കാം പറയാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന്? ഏത് റൂൾ ഉപയോഗിക്കാം? SAS റൂൾ ഉപയോഗിക്കാം. കാരണം SAS റൂൾ എന്താ പറയുന്നത് ഞാൻ വേണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. SAS റൂൾ എന്താ പറയുന്നത്? ഒരു ട്രയാങ്കിൾ ഇങ്ങനെ, ഇതിൻ്റെ ഈ ആംഗിളും ഈക്വലാണെന്ന് വിചാരിക്കുക. ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ഈ സൈഡ് സിയും ഈ സൈഡ് ഡിയും ആണെന്ന് വിചാരിക്കുക. അതായത് ഏതൊക്കെ സൈഡ്സാണ് ഗിവൺ ആയിട്ടുള്ളത്? ഈക്വലാണെന്ന് പറഞ്ഞ രണ്ട് ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള സൈഡുകളാണ് തന്നേക്കുന്നത്. ഇനി ആ രണ്ട് ആംഗിളും ഈക്വലാണ്. അപ്പം ഈ ആംഗിൾ ഈക്വൽ ഈ ആംഗിൾ, അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. പിന്നെ എന്താണ്, എപ്പോഴാണ് SAS റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വലായി, അപ്പോൾ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ പെയർ ഓഫ് ആംഗിൾ എ, ഒരു പെയർ ഓഫ് ആംഗിൾ ഈക്വലായി. ഇനി ആ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള സൈഡായിട്ടുള്ള എയും ബിയും ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള സൈഡായ സിയും ഡിയും തമ്മിലുള്ള റേഷ്യോ ചെക്ക് ചെയ്യുക. അതായത് എക്ക് കറസ്പോണ്ടിങ് സൈഡ് ഏതായിട്ട് എടുക്കണം? സി, A/C നോക്കുക. പിന്നെ ബിക്ക് കറസ്പോണ്ടിങ് സൈഡിലായിട്ടുള്ള ഏതാണ്? B/D നോക്കുക. അപ്പോൾ എങ്ങനെയുള്ള സൈഡുകളുടെ റേഷ്യോ എടുക്കേണ്ടത്? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഈക്വലായിട്ടുള്ള ആംഗിളുകളുടെ ഇരുവശവുമുള്ള സൈഡുകളുടെ റേഷ്യോ എടുക്കണം. അതായത് ഈ ഈക്വലായിട്ടുള്ള സൈഡിൻ്റെ ഈ തൊട്ട് ചേർന്ന വശമായിട്ടുള്ള എയിൻ്റെയും ഇതിനോട് ഈക്വലായിട്ടുള്ള ഈ ആംഗിളിൻ്റെ ചേർന്നുള്ള വശമായ സിൻ്റെയും A/Cൻ്റെ റേഷ്യോ, പിന്നെ ഇതിനോട് ചേർന്ന ബി എന്ന് പറയുന്ന സൈഡിൻ്റെയും ഇതിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഡിയും. അപ്പം നമ്മൾ ഏത് സൈഡുകളുടെ റേഷ്യോ എടുത്തത്? ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തും ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള സൈഡുകളുടെ റേഷ്യോ ആണ് എടുത്തത്. ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ A/Cൻ്റെയും B/Dൻ്റെയും റേഷ്യോ എടുത്തു. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഏത് റൂൾ ഉപയോഗിക്കാം? SAS. കാരണം എന്താ? പരസ്പരം രണ്ട് ആംഗിൾസ് ഈക്വൽ ആവുകയും ആ ഈക്വലായ ആംഗിളിൻ്റെ രണ്ട് വശവുമുള്ള സൈഡുകളുടെ കറസ്പോണ്ടിങ് റേഷ്യോ ഇങ്ങനെ A/Cയും B/Dയും പരസ്പരം ഈക്വലായും വരികയാണെങ്കിൽ നമുക്ക് മാത്രം SAS റൂൾ ഉപയോഗിക്കാമെന്നാണ് SAS റൂൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിങ്ങനെ പറയുന്നത് ഏതെങ്കിലും കുട്ടിക്ക് മനസ്സിലാവാണ്ടിരുന്നെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ 1 ഒരു 2, ഇവിടെ 2, ഇത് 4 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ആംഗിൾസ് പരസ്പരം ഈക്വലാണ്, 30-30. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലാണ്. ഓക്കെ, ഇനി ആ ആംഗിൾസിൻ്റെ ഇപ്പുറത്തുള്ള സൈഡുകൾ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുത്തേക്ക്. ഇവിടുത്തെ എന്താണ് റേഷ്യോ? 1/2. ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് 2 അല്ലേ, അപ്പോൾ 1/2. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് 4 അപ്പോൾ എന്താ? 2/4. 2/4 എന്ന് വെച്ചാൽ 1/2 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 1/2. അതിൻ്റെ റേഷ്യോ ഈക്വലായില്ലേ. അപ്പോൾ ഏത് റൂളായി ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആവും? SAS റൂൾ ഉപയോഗിച്ച്. അപ്പോൾ ഇനി എനിക്ക് പറയാൻ വയ്യ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യമായി. അപ്പോൾ അതേപോലുള്ളൊരു കണ്ടീഷനിൽ ഇവിടെ എത്തിക്കുന്നു. നോക്കി, ഈ രണ്ട് ആംഗിളും ഈക്വൽ പരസ്പരം. ഇനി ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള വശങ്ങളാണ് AOയും DOയും. ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള വശങ്ങളാണ് COയും BOയും. അതിൻ്റെ റേഷ്യോ ഈക്വലായിട്ടല്ലേ വന്നേക്കുന്നത്? നോക്കി, ഇതാ ഇവിടെ നിങ്ങൾ നോക്കി, ആംഗിൾസ് ഈക്വൽ, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതാ ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടി. നോക്കി, OA/OD. ഇതാ OA എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിൻ്റെ ഇവിടെയുള്ള വശം. ഇനി OD, അങ്ങനെ അല്ലായിരുന്നു അറേഞ്ച് ചെയ്യേണ്ടത്, സോറി, ഇങ്ങനെ അല്ലായിരുന്നു അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പറയാനുള്ള കാരണം എന്നറിയോ? ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്ത രീതിയിൽ OA/OD ഇതാ OAയും ODയും ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡിൻ്റെ റേഷ്യോ അങ്ങനെയാണോ വരേണ്ടത്? അല്ല, OA എന്ന് പറയുന്ന ഈ സൈഡിൻ്റെ കറസ്പോണ്ടിങ് സൈഡായിട്ട് അടുത്ത ട്രയാങ്കിളിലെ റേഷ്യോ വരേണ്ടത്. ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? ഈ OA എന്ന് പറയുന്ന സൈഡിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് അടുത്ത ട്രയാങ്കിളിലാണ് വരേണ്ടത്, ഒരേ ട്രയാങ്കിളിലല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ റേഷ്യോ ആണോ? അല്ല, സോറി. അപ്പോൾ നമ്മൾ ഇതിന് വേറെ രീതിയിൽ അറേഞ്ച് ചെയ്യണം. നോക്കി, ഈ OA അതുപോലെ നിർത്തി. ഇപ്പോൾ നമ്മൾ ODനല്ലേ കൊണ്ടത്, OC ആയിരുന്നു കൊണ്ടുവരേണ്ടത്. അപ്പം OA/OC = റൈറ്റ് സൈഡിൽ OD നിൽക്കും, ലെഫ്റ്റ് സൈഡിലുള്ള OB അങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഡിവൈഡ് ബൈ അല്ലേ OD അല്ലേ, OD/OB. ഇതാണ്, ഇത് സെക്കൻഡ് എക്സ്പ്രഷൻ. ഇനി ഈ എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിയേക്ക്, ആംഗിൾസ് പരസ്പരം ഈക്വൽ, അതിൻ്റെ കാര്യം ഇനി പറയണ്ടല്ലോ. അതിൻ്റെ കൂടെ OA/OC ഈസ് ഈക്വൽ ടു OD/OB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ OA/OC
OC, അതായത് ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഈ സൈഡും അടുത്ത ട്രയാങ്കിളിലെ ഈ ആംഗിളിന് ഈക്വലായിട്ടുള്ള ഈ ആംഗിളിനോട് ചേർന്ന OC എന്ന് പറയുന്ന സൈഡിൻ്റെയും റേഷ്യൂ OA/OC, ആ റേഷ്യൂവും അതിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെ സൈഡായ ODയും ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടുള്ള OBയും ഇതാ OD/OB ഇതിൻ്റെ റേഷ്യൂവും ഈക്വലാണ്. ഇതേ കണ്ടീഷനല്ല ഇപ്പോൾ അവിടെ വന്നേ നോക്കി. ഇതാ ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെയും ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെയും സൈഡുകളുടെ റേഷ്യൂ, ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെയും ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തെയും സൈഡുകളുടെ റേഷ്യൂ ഈക്വലായി. അപ്പം ഇൻക്ലൂഡിങ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവുകയും ആ ആംഗിൾസിൻ്റെ ഇരുവശവുമുള്ള രണ്ട് ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ റേഷ്യൂ ഈക്വൽ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമുക്ക് പറയാം? ബൈ SAS rule these two triangles are similar. So what we can say? Tell me. By SAS rule these two triangles are similar. ഇനി നമ്മൾ ശ്രദ്ധിക്കണം എഴുതുമ്പം ബൈ SAS rule. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ നെയിം എന്തെന്ന് എഴുതാം? ട്രയാങ്കിൾ AOD. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. കാരണം ഇത് സിമിലാരിറ്റീൻ്റെ പ്രശ്നം പറഞ്ഞു ഫലിപ്പിക്കാൻ, അതായത് ഞാൻ മനസ്സിൽ എന്ത് കരുതുന്നു ഉള്ളത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് എല്ലാ ടീച്ചറും അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്വന്തമായി ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നിട്ടും കിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കുക. സോ ബൈ SAS റൂൾ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ നെയിം ആശയോ വിഷയിക്കാനായി ട്രയാങ്കിൾ AOD. ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? എക്ക് കറസ്പോണ്ടിങ് വെർട്ടിസസ് ഏതാണ് വരിക എന്ന് നിങ്ങൾ ആലോചിക്കുക. എക്ക് കറസ്പോണ്ടിങ് വെർട്ടിസസ് ഏതാണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. അത് പല രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഒരു രീതിയിലുള്ള ആലോചന ഞാൻ പറയാം. ഇവിടെ നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട് ഒരു കാര്യം, അതിൽ നിന്നാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പോൾ ഇതൊരിക്കലും തെറ്റല്ല. അപ്പം നിങ്ങൾ നോക്കിയേ, OAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് OC എന്ന് അവർ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. OAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് OC. അപ്പോൾ Aക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസ് എന്തായിരിക്കും? C ആയിരിക്കും. അപ്പോൾ Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെന്ന് എഴുതാം? C എഴുതാം. പിന്നെ Oക്ക് കറസ്പോണ്ടിങ് എന്താണ്? O തന്നെ, കാരണം രണ്ട് ട്രയാങ്കിൾ O കോമൺ ആണല്ലോ, നോക്കിയാൽ മനസ്സിലാവും. പിന്നെ Dക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, പിന്നെ ആ COയിൽ പിന്നെ ഒരു വെർട്ടിസസ് ബാക്കിയുള്ളൂ B. അങ്ങനെ എഴുതാം നിങ്ങൾക്ക്. ഓക്കെ. ഇനി അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് എഴുതി. ഇനി രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് എന്താണ്? corresponding angles should be equal. Corresponding angles should be equal. So angle A should be equal to angle C. അപ്പോൾ ഇത് കോൺഗ്രുവൻ്റ് അല്ലേ? ഞാൻ എഴുതിയത് സോറി കേട്ടോ, സിമിലർ ആട്ടോ, ഒറ്റ വരെയുള്ള സിമിലാരിറ്റി. ഓക്കെ. സോ ആംഗിൾ A should be equal to angle C. Then angle B should be equal to angle B should be equal to angle D. Angle B should be equal to angle D. അപ്പോൾ ഇങ്ങനെ ആംഗിൾസ് കമ്പയർ ചെയ്യണമെങ്കിൽ അത് സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണമായിരുന്നു. അതാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. ബൈ യൂസിങ് വിച്ച് റൂൾ? ബൈ യൂസിങ് SAS rule. So this is it. Shall we go to the next question? So next question we are going to solve now. Example 7, the question, when you read the question, you may feel that the question is almost, the situation of the question is almost like the question under application of trigonometry. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വരച്ച് നോക്കാമല്ലേ? ക്വസ്റ്റ്യൻ്റെ ഫിഗർ നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കണം. തന്നിട്ടുണ്ട്, പക്ഷേ ഫിഗർ നമ്മൾ സ്വന്തമായി വരയ്ക്കാവുന്നതാണ്. ചിലപ്പം ക്വസ്റ്റ്യനിൽ ഫിഗർ തരില്ല. ഓക്കെ. എ ഗേൾ ഓഫ് ഹൈറ്റ് 90 cm ഈസ് വാക്കിംഗ് എവേ ഫ്രം ദ ബേസ് ഓഫ് എ ലാംപ് പോസ്റ്റ്. ഓക്കെ. അതായത് ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ട്. ആ ലാമ്പ് പോസ്റ്റിൻ്റെ ചോട്ടിൽ നിന്നും ഒരു പെൺകുട്ടി ഇങ്ങോട്ട് നടന്നു പോവുകയാണ്. ഈ ഗേൾ ഓഫ് ഹൈറ്റ് 90 cm വാക്കിംഗ് എവേ ഫ്രം ദ ബേസ് ഓഫ് എ ലാമ്പ് പോസ്റ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോവാണ്. എത്ര ഹൈറ്റുള്ള പെൺകുട്ടി? ഹൈറ്റ് തന്നതാണ്ട് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. എത്രയാണ് ആ പെൺകുട്ടിയുടെ ഹൈറ്റ്? എത്രയാണ്? 90 cm ആണ്. ഓക്കെ. If the lamp is 3.6 meter above the ground, so lamp post height is given actually 3.6 meter ആണ്. ഓക്കെ. പിന്നെ ആ കുട്ടി നടന്നു പോകുന്ന സ്പീഡ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് കുട്ടി നടന്നു പോകുന്ന സ്പീഡ് എങ്ങനെയാണ് അവർ തന്നേക്കുന്നത്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ പെൺകുട്ടി എങ്ങനെയാണ് നടന്നു പോകുന്നതെന്ന് പറഞ്ഞേക്കുന്നത്? അവർ നടന്നു പോകുന്ന സ്പീഡാണ് തന്നേക്കുന്നത് 1.2 meter/second. It means she can travel a distance of 1.2 meter in 1 second. 1.2 meter in 1 second എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര ഉണ്ടാവും. ഈ ഒരു മേശൻ്റെ ഈ ഒരു എഡ്ജ് മുതൽ ഈ ഒരു എഡ്ജ് വരെ ഏകദേശം ഒരു 1 meter. പിന്നെ ഈ ഒരു എഡ്ജ് മുതൽ ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് വരെ 1 meter, ഒരു 1.2 meter. അപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് കുട്ടി അവിടെ മുതൽ ഇത്രയും വരെ സഞ്ചരിക്കുന്നു. അത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത്രയൊക്കെ സഞ്ചരിക്കും ഒരു സെക്കൻഡ് കൊണ്ട്. അതാണ് കുട്ടിയുടെ സ്പീഡ്. ഇൻ 1 second 1.2 meter per. ഓക്കെ, 1.2 meter അതാണ് സ്പീഡ്. ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഹെയർ ഷാഡോ ആഫ്റ്റർ 4 seconds. 4 സെക്കൻഡുകൾക്ക് ശേഷം ആ കുട്ടിയുടെ ഷാഡോൻ്റെ ലെങ്ത്ത് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്.
ഓക്കെ, അപ്പം നമുക്ക് ഷാഡോൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കുട്ടിയുടെ പൊസിഷൻ നമ്മൾ നോക്കണം. ഞാൻ കുട്ടിയുടെ പൊസിഷൻ ഇവിടെ എത്തി എന്നാണ് പറയുന്നത്. സോ ലാംപ് ഷെയ്ഡിൻ്റെ താഴെ, ലാംപ് ഷെയ്ഡിൻ്റെ ബേസ് പി എന്നും കുട്ടിയുടെ പൊസിഷൻ എ ആണെന്നും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടി ഇപ്പോൾ പിയിൽ നിന്നും എയിലാണ് എത്തി നിൽക്കുന്നത്. എത്ര സെക്കൻഡ് കൊണ്ട്? 4 സെക്കൻഡ് കൊണ്ട്. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് യുവർ ഷാഡോ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. അപ്പോൾ 4 സെക്കൻഡ് കൊണ്ട് കുട്ടി ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. 4 സെക്കൻഡ് കൊണ്ട് കുട്ടി ഇവിടെ എത്തി. ഈ 4 സെക്കൻഡ് എന്ന് പറയുന്നത് കുട്ടി പിയിൽ നിന്നും എയിലോട്ട് സഞ്ചരിച്ച ദൂരം അല്ല. എത്രയാണ്? പിയിൽ നിന്ന് എയിലോട്ട് എത്താൻ എടുത്ത സമയമാണ് 4 സെക്കൻഡ്. യു മേ അണ്ടർസ്റ്റുഡ് നോ? യെസ്. അപ്പോൾ പിയിൽ നിന്നും എയിലോട്ട് എത്തി 4 സെക്കൻഡ് കൊണ്ട് എത്തി. അപ്പോൾ ഇവിടെയാണ് കുട്ടി. ഇനി കുട്ടിയുടെ ഷാഡോ, ലാമ്പ് ഷെയ്ഡ് നിന്ന് ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് ലാമ്പിൻ്റെ വെട്ടം ഉള്ളത്. ഓക്കെ, അപ്പം ഈ ലാമ്പ് ഷെയ്ഡിൽ നിന്നുള്ള വെട്ടം കുട്ടിയിൽ വന്ന് ആ വെട്ടത്തിൻ്റെ റേ കുട്ടിയിൽ വന്ന് ഇങ്ങനെ പോയിൻ്റ് ചെയ്യും അല്ലേ. അതിനുശേഷം അതിൽ നിന്നും എന്താണ് നമുക്ക് ഇങ്ങനെ റേ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പോഴാണ് നമുക്ക് ഇവിടെയാണ് ആ കുട്ടിയുടെ ഷാഡോ ഫോം ചെയ്യാൻ പറ്റുക. ഞാൻ ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിയിലെ ഷാഡോ വരയ്ക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷാഡോ വരയ്ക്കാൻ എന്താ ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് എന്താ ചെയ്യുക, എവിടെ നിന്നാണോ വെട്ടം വരുന്നത് അതിൽ നിന്ന് റേ ആ ഒബ്ജക്റ്റിലോട്ട് വരയ്ക്കുക. അവിടെ റേ വന്ന് നിൽക്കും. പിന്നെ ഇങ്ങോട്ട് ഷാഡോ ആണ്. അപ്പോൾ നമ്മൾ ഡോട്ടർ ലൈൻസ് ഇട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. അതിനുശേഷം കുട്ടിയുടെ ആ ഒബ്ജക്റ്റിൻ്റെ താഴെ നിന്നും ആ പോയിന്റിലോട്ട് ഇങ്ങനെ വരയ്ക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ ഷാഡോ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിനെ ബി എന്ന പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സി എന്ന പോയിന്റ് ലൈറ്റ് ആണെങ്കിൽ എ ബിയുടെ ലെങ്ത് ആണ് അല്ലേ. ലെങ്ത് ഓഫ് യുവർ ഷാഡോ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. ഓക്കെ, ഇതാണ് ലെങ്ത് ഓഫ് യുവർ ഷാഡോ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. 4 സെക്കൻഡ് കൊണ്ട് കുട്ടി ഇവിടെ എത്തി. കുട്ടിയുടെ ഷാഡോ ഇങ്ങോട്ട് ഫോം ചെയ്തു. അപ്പോൾ ഇതാണ് ലെങ്ത് ഓഫ് ഷാഡോ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. ഓക്കെ, നമ്മളിതിങ്ങനെ ജോയിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ. ഇനി എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു ക്യൂ എന്ന് എന്തെങ്കിലും മാർക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. എന്താണ്? ലെറ്റ് പി സി റെപ്രസെൻറ്റ്സ് ദ ഹൈറ്റ് ഓഫ് ദ ഷാഡോ ആൻഡ് പി സി is given as 3.6 meter and let AQ represents the height of that girl and AQ is given as 90 centimeter, but this is in meter. So now it is a time to convert this centimeter into meter because this is already given in what? The above information already given in meter. So it is a time to convert that 90 centimeter into meter. So when you divide that, in order to convert centimeter into meter, you are supposed to divide by 100. So it becomes 0.90 meter. 100 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് മീറ്റർ ആക്കി. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ നോ? യെസ്, അത്രയും മീറ്ററാണ്. പിന്നെ നമ്മൾ വേറെ എന്താണ് തന്നേക്കുന്നത്? ടൈം എ ബി റെപ്രസെൻറ്റ്സ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ആഫ്റ്റർ 4 സെക്കൻഡ്സ്. കാര്യം എഴുതാമല്ലോ. യെസ്. ആൻഡ് പി എ. ഓക്കെ, നൗ പി എ അല്ല, ടൈം ടേക്കൺ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് പി എ ഈസ് ഈക്വൽ ടു ആണ് എന്ത് തന്നേക്കുന്നത്? 4 സെക്കൻഡ് തന്നേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു എനിക്ക്. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ് എഴുതിയേക്കുന്നത്? ടൈം ടേക്കൺ ടു ട്രാവൽ എ ഡിസ്റ്റൻസ് പി എ. പിയിൽ നിന്നും എയിലോട്ട് എത്താൻ എടുത്ത സമയമാണ് 4 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അത് പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ല 4, പിയിൽ നിന്നും എയിലെത്താനുള്ള ടൈമാണ് 4 അല്ലേ. അതിൽ നിന്ന് നമ്മൾ പി എ എന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡിസ്റ്റൻസ് പി എ എന്തായിരിക്കുമെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ പോവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എ ബി ആണ്, പക്ഷേ നമുക്ക് എ ബി കണ്ടുപിടിക്കാൻ പി എ അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ പി എ കണ്ടുപിടിക്കുന്നു. സോ ഞാൻ വീണ്ടും പറയുന്നു 4 എന്നുള്ളത് പി എന്നുള്ള ഡിസ്റ്റൻസ് അല്ല, പിയിൽ നിന്ന് എയിലോട്ട് എത്താനുള്ള സമയമാണ് 4 സെക്കൻഡ്. അതിൽ നിന്ന് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള പി എ കണ്ടുപിടിക്കാൻ പോവാണ് ഡിസ്റ്റൻസ് ഫോമിൽ. കാരണം നമുക്ക് ഫോർമുല അറിയാം. എന്താണ്? വി ഹാഡ് എ ഫോർമുല വാട്ട്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ദെൻ വാട്ട് വിൽ ബി ഡിസ്റ്റൻസ്? Distance will be speed into time and the speed into time, no? So distance PA will be, we will get by the formula speed into time അല്ലേ. അപ്പോൾ സ്പീഡ് ഗിവൺ ആണ് ഓൾറെഡി, വിച്ച് ഇസ് സ്പീഡ് 1.2 ആണ് സ്പീഡ്. ഇൻറ്റു ടൈം എത്രയാണ്? ആ പിയിൽ നിന്ന് മെയിലോട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം 4 സെക്കൻഡാണ്. സോ 1.2 × 4 ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുമല്ലോ. യെസ്. സോ 48 എന്നാണ്. സോ 4.8 ആണ് കിട്ടുക. ഓക്കെ, ഇത്രയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഡിസ്റ്റൻസ് നമുക്ക് ഈ എന്താണ് ഷാഡോൻ്റെ ലെങ്ത്തിനെ തൽക്കാലം എക്സ് എന്ന് വിളിച്ചോളൂ വെറുതെ രസത്തിന്. സോ ലെറ്റ് എ ബി റെപ്രസെൻറ്റ് ദ ലെങ്ത് ഓഫ് ദ ഷാഡോ എ ബി ഈസ് ഈക്വൽ ടു എക്സ്. ബ്രാക്കറ്റിൽ നമുക്കൊന്ന് സേ എന്ന് എഴുതാം. അപ്പം എ ബി ആണ് കണ്ടുപിടിക്കുക, അതിന് പറയുന്നത് എക്സ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്ന സിറ്റുവേഷൻ നമ്മൾ ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഷാഡോ വരയ്ക്കുന്ന രീതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അപ്പോൾ കുട്ടിയുടെ ഷാഡോവിൻ്റെ ലെങ്ത് ഒബ്വിയസ്ലി ലാമ്പ് ഇവിടെ ആയതുകൊണ്ട് കുട്ടിയുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ഷാഡോ വരിക. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലെങ്ത്താണ് ഷാഡോ, അതിന് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി. തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ഞാൻ ഒരു കാര്യം മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ, പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. പിയിൽ നിന്ന് മെയിലോട്ടുള്ള എടുത്ത സമയം തന്നിട്ടുണ്ട് 4 സെക്കൻഡ്. അപ്പോൾ സമയവും സ്പീഡും തന്നിട്ടുണ്ട്. പിയിൽ നിന്ന് എയിലോട്ട് ഉപയോഗിച്ച സ്പീഡും തന്നിട്ടുണ്ട്, പിയിൽ നിന്ന് എയിലോട്ട് എടുത്ത സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ സമയവും സ്പീഡും ഉപയോഗിച്ച് എനിക്ക് സുഖമായി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം ബൈ യൂസിങ് ദ ഫോർമുല സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. We have applied a physics relation here, no? Yes. So in that way we have calculated the distance PA. അപ്പോൾ പിയിൽ നിന്ന് എയിലോട്ടുള്ള ഈ പി എ നമുക്ക് ഇനി എന്തെന്ന് മാർക്ക് ചെയ്യാം, ധൈര്യമായിട്ട് എന്തെന്ന് മാർക്ക് ചെയ്യാം, 4.8 മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, എ ബി ആണ്. ഓക്കെ, നമുക്ക് ക്യാൻ യു അപ്ലൈ എനി ട്രിഗ്നോമെട്രിക് കോൺസെപ്റ്റ്സ് ഹിയർ? നോ. വൈ? ബിക്കോസ് ആംഗിൾസ് ആർ നോട്ട് ഗിവൺ. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിലല്ലേ ടാനോ സൈനോ കൂടി പിടിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആംഗിൾസ് നോട്ട് ഗിവൺ. സോ ഐ തിങ്ക് വി കനോട്ട് അപ്ലൈ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രി റേഷ്യോ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ നമ്മൾ ഈ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന നോക്കി, ഇവിടെ നമുക്ക് എത്ര ട്രയാങ്കിൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, പി ബി സി എന്ന് പറയുന്ന ഒരു വലിയ ട്രയാങ്കിളും പിന്നെ എ ബി ക്യു എന്ന് പറയുന്ന കുഞ്ഞ് ട്രയാങ്കിളുണ്ട്. ആ 2 ട്രയാങ്കിളിലെയും ഈ വലിയ ട്രയാങ്കിളിലെ ഈ സൈഡിൻ്റെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ സൈഡിൻ്റെ ഇതാ പി ബി ആണല്ലോ വലിയ ട്രയാങ്കിളിൽ ഒരു സൈഡ്, അതിൻ്റെ ഇൻഫർമേഷൻ ഏറെക്കുറെ തന്നിട്ടുണ്ട്. ഈ ചെറിയ ട്രയാങ്കിളിൽ ഈ ഇൻഫർമേഷൻ നമ്മൾ എക്സിന് എടുത്ത് ഇതിന് തന്നിട്ടുണ്ട്. അതായത് ഈ നമ്മൾ ആ വലിയ ട്രയാങ്കിളിലും കുഞ്ഞു ട്രയാങ്കിളും നോക്കുവാണെങ്കിൽ ആ 2 ട്രയാങ്കിളിൽ സൈഡുകളെ പറ്റിയുള്ള ഏകദേശം ഇൻഫർമേഷനൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാണ് ആ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന്. അങ്ങനെ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ച് എനിക്ക് എ ബി കണ്ടുപിടിക്കാൻ പറ്റും. യു മേ അണ്ടർസ്റ്റുഡ്, നോ? വൺസ് അഗെയിൻ ഐ എം ഗോയിങ് ടു പ്രൂവ് ദാറ്റ് the smaller triangle ABQ and the bigger triangle PBC are similar. കാരണം ഇതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സിമിലാരിറ്റി കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രി റേഷ്യോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ വലിയ ട്രയാങ്കിളും ചെറിയ ട്രയാങ്കിളും 2 ട്രയാങ്കിൾ ഉണ്ടാണ് നമ്മുടെ മുമ്പിൽ. അതിൽ സൈഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രുവൻ്റ് ആണോ എന്ന് എന്തായാലും നോക്കാൻ പറ്റില്ല. അപ്പോൾ സിമിലർ ആണെന്ന് നോക്കാം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം. അപ്പോൾ സിമിലാരിറ്റി നോക്കാം, നമുക്ക് സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സിമിലർ ആണെങ്കിൽ ആ സിമിലർ ആണെന്നുള്ള പ്രോപ്പർട്ടി വെച്ചിട്ട് അതിൽ നിന്നും എ ബി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ 2 ട്രയാങ്കിൾ എങ്ങനെ സിമിലർ ആണോ നോക്കാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അത് പ്രൂവ് ചെയ്യാം ആ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന്. അപ്പോൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിൾ ആയിട്ടുള്ള ഇതും വലിയ ട്രയാങ്കിൾ ആയിട്ടുള്ള ഇതും വലിയ ട്രയാങ്കിൾ, ആ 2 ട്രയാങ്കിളിലും ഒരാങ്കിൾ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിൾ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്കായി പോകുന്നത് താഴെ മോൻ കരഞ്ഞപ്പോൾ ഒന്ന് പോയി. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് മറന്നു. ഏതാണ് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകണം. ഈ 2 ട്രയാങ്കിളല്ലേ ഇവിടെ ഉള്ളൂ. അപ്പം ആ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതാണ് ചെയ്യേണ്ടത്. ഈ 2 ട്രയാങ്കിളും ഒരു ആംഗിൾ പരസ്പരം സെയിം ആണെന്ന് ഏതാണെന്ന് പറയാൻ പറ്റുമോ? അത് ആംഗിൾ ബി. ഈ 2 ട്രയാങ്കിളും കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. അതായത് ഈ ചെറിയ ട്രയാങ്കിളിലെ ആംഗിൾ ബിയും വലിയ ട്രയാങ്കിളിലെ ആംഗിൾ ബിയും സെയിം ആണ്. അപ്പോൾ പരസ്പരം ഒരു ആംഗിൾ സെയിം ആയേ അല്ലേ? സെയിം ആയല്ലേ? യെസ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്താ, ഇത് 90 ഡിഗ്രിയാണ്. കാരണം ഒരു കുട്ടി നേരെയല്ലേ നിൽക്കുന്നത്. അപ്പോൾ കുട്ടിയും ഫ്ലോറും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതുപോലെ അല്ലേ ലാംപ് ഷെയ്ഡും ഫ്ലോറും തമ്മിലുള്ള ആംഗിളായിട്ടുള്ള ഇത് 90 ഡിഗ്രി. അപ്പം 2 ട്രയാങ്കിൾ ഒരു ആംഗിൾ കോമണും, അതായത് പരസ്പരം സെയിം ആണ് ആ കോമൺ ആംഗിൾ. പിന്നെ ഈ ട്രയാങ്കിളിലെ ഇത് 90 ഡിഗ്രി, വലിയ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ അതായത് 2 ആംഗിൾസ് പരസ്പരം മാച്ചായി, ഒന്ന് കോമൺ ആയിട്ട് പരസ്പരം ഈക്വലായി. പിന്നെ ഇവിടുത്തെ ഒന്ന് 90 ഡിഗ്രി, ഇത് ഇവിടുത്തെ ഒന്ന് 90 ഡിഗ്രി. അപ്പോൾ അടുത്ത പേർ ഈക്വലായി. അപ്പം എ ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൂടെ ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാൻ? ഏത് ക്രൈറ്റീരിയ? ബൈ യൂസിങ് എ ക്രൈറ്റീരിയ. 2 ട്രയാങ്കിളിലെ 2 ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവുമെങ്കിൽ എ ക്രൈറ്റീരിയ യൂസ് ചെയ്യാം. സോ വാട്ട് വി ക്യാൻ സേ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എഴുതുന്നത് നമ്മൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി ക്യു ആൻഡ് വലിയ ട്രയാങ്കിൾ ഏതാണ്? പി ബി സി. Consider triangle ABQ and PBC. Then what we can say? Angle B is common. Then angle A is equal to angle P is equal to 90 degree. In bracket you can give the reason because both are standing vertically towards the ground and there is the. So 2 angles equal. So by A criteria, angle criteria, by A criteria what we can say? ഇനി ശ്രദ്ധിക്കണം, ട്രയാങ്കിൾ ABQ ചെറിയ ട്രയാങ്കിളിൻ്റെ പേരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സിമിലർ ടു വലിയ ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ ട്രയാങ്കിൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ? എ 90 ഡിഗ്രി ആണല്ലോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആണല്ലോ 90 ഡിഗ്രി പി ആയിരിക്കും. പിന്നെ ബി തന്നെ, രണ്ടിലും കോമൺ ആയിട്ടുള്ള ബി ആണ്. പിന്നെ വലിയ ട്രയാങ്കിൾ ഒരു സൈഡ് മാത്രമേ ബാക്കിയുള്ളൂ, സി.
അപ്പം ചെറിയ ട്രയാങ്കിളിൻ്റെ പേര് ആദ്യം എഴുതാം, വലിയ ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ കറസ്പോണ്ടിങ് വെർട്ടിസസിൻ്റെ ഒരു ഇത് വെച്ച് എഴുതണം. സിമിലാരിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് ആദ്യം തന്നെ കറസ്പോണ്ടിങ് തന്നെ വരണം. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ ഫോർ യു നോ. ഇത്രയേ ഉള്ളൂ പണി, ബാക്കി ഇനി സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇത്ര നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ വി ഹാവ് റീച്ച് ദിസ് മെഷർ. അപ്പോൾ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് കിട്ടി. ഇനി ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ ഒബ്വിയസ്ലി രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവും. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, കറസ്പോണ്ടിങ് സൈഡ്സ് പരസ്പരം ഈക്വൽ ആവുകയല്ല, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ പരസ്പരം ഈക്വൽ ആവും. അതല്ലേ രണ്ട് സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവുകയും കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ പരസ്പരം ഈക്വൽ ആവുകയാണ് ചെയ്യുക. അതായത് ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ സിൻസ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ, റേഷ്യോ ഓഫ് ദ കറസ്പോണ്ടിങ് സൈഡ്സ് ഷുഡ് ബി സെയിം. എന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡാണ് പി ബി, അതിൻ്റെ റേഷ്യോവും ബി ക്യു എന്ന് പറയുന്ന സൈഡിൻ്റെ കറസ്പോണ്ടിങ് സൈഡായിട്ടുള്ള ബി സിൻ്റെ റേഷ്യോവും എ ക്യു എന്ന് പറയുന്ന സൈഡിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോ സൈഡായ പി സിൻ്റെ റേഷ്യോവും സെയിം ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് വേണ്ട എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് വേണ്ടത് എന്താണ് പറയൂ? എ ബി അല്ലേ? എ ബി ആണ് നമ്മൾ എ ബി അല്ലേ? എ ബി ആണ് കുട്ടീൻ്റെ ലെങ്ത് ആയിട്ട്, ഷാഡോന് ലെങ്ത് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം എ ബി ബൈ പി ബി, എ ബിക്ക് നമ്മൾ എന്താ കൊടുത്തത്? എക്സ്. ഇനി പി ബി എന്താ? പി ബി ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 4.8 പ്ലസ് എക്സ് ആണ്. 4.8ഉം എക്സും കൂടി ചേരുമ്പോഴാണ് പി ബി എന്ന് പറയുന്ന ടോട്ടൽ സൈഡ് കിട്ടുക. ഈസ് ഈക്വൽ ടു, ഇനി ഈ ബി ക്യു ബൈ ബി സി ആണല്ലോ അടുത്ത് വരുന്നത്. ബി ക്യു ബൈ ബി സി, ഒരു മിനിറ്റ് ഫിഗർ ഒന്ന് എടുക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ഈ മൂന്ന് സാധനം എടുത്തല്ലോ, ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ടൈം ഇതാണ്, കാരണം എ ബി നമുക്ക് വേണം, അതാണ് വേണ്ടത്. പിന്നെ ഈ രണ്ട് സാധനം കൂടെ എടുക്കേണ്ട കാര്യമില്ല. ഇത് ഈസിക്കൽ ഇതാണെങ്കിൽ ഇതിനോട് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഇതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും രണ്ട് ടൈം അറ്റ് എ ടൈം എടുത്താൽ മതി നമ്മുടെ കാണാനുള്ള സൗകര്യത്തിന്. അതായത് ഇപ്പോൾ ഇതെനിക്ക് എന്തായാലും വേണം, കാരണം എനിക്ക് എക്സ് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്തത് ബി ക്യു ബൈ ബി സി ആണ്. ബി ക്യു ബൈ ബി സി ഒന്ന് നോക്കി വയ്ക്കുക നിങ്ങളിതാ, ഇതാണ് ബി ക്യു, പിന്നെ ഇതാണ് ബി സി. അതിൻ്റെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, തരാത്തതുകൊണ്ട് അത് വേണ്ട. അടുത്ത ടൈം എടുത്താൽ മതിയല്ലോ, അടുത്ത ടൈം ഉണ്ടല്ലോ, എ ക്യു ബൈ പി സി, അതെടുത്താൽ മതി. എ ക്യു എന്താണ്? ഇതാ 0.9 ആയിട്ട് നമ്മൾ മീറ്ററിലോട്ട് മാറ്റിയിരുന്നു. പി സി എന്താണ്? 3.6. അപ്പോൾ 0.9 ബൈ ടെൽ മീ 3.6. അപ്പം ഈ രണ്ട് ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്ത ടൈം തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏതെങ്കിലും രണ്ട് ടൈം ഇക്വേറ്റ് ചെയ്ത കാര്യം കിട്ടും. കാരണം എന്താ, ഇതിങ്ങനെ എഴുതാനുള്ള കാരണം ഇതാണ്. ഇഫ് എ ഈക്വൽ ബി ഈക്വൽ ടു സി, എ ഷുഡ് ബി ഈക്വൽ ടു ബി, ബി ഷുഡ് ബി ഈക്വൽ ടു സി ആൻഡ് എ ഷുഡ് ബി ഈക്വൽ ടു സി. ഓക്കെ, നമ്മൾ ഇതാണ് ഇക്വേറ്റ് ചെയ്തത്. ഇത് നമ്മൾ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതോടെ നമുക്ക് ആൻസർ കിട്ടും. ഇനി അതിന് മുമ്പ് നമുക്ക് കാണുന്ന സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. 0.6 ബൈ 3.6നെ 6 ബൈ 36 എഴുതാം. എങ്ങനെ? മുകളിലും താഴെ ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 വരും, 1/6 വരും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യാം നമുക്ക്. അപ്പോൾ 6 × x എന്താവും? 6x = 1 × 4.8 പ്ലസ് എക്സ് എന്ന് വെച്ചാൽ 4.8 പ്ലസ് എക്സ് ആണ്. ഇവിടെ വന്നിട്ട് 6x, ഈ എക്സും കൊണ്ട് പറഞ്ഞാൽ 5x ആയി. റൈറ്റ് സൈഡിൽ 4.8 ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 4.8/5 ആയിട്ട് കിട്ടും അല്ലേ. ഇനി ഞാൻ ചെറിയൊരു ട്രിക്ക് പറയാം. 4.8/5ൻ്റെ ഇത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം വേറൊരു മെത്തേഡ് ഉണ്ട്. എന്താണ്? താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. താഴെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4.8ൻ്റെ ഡബിൾ എന്ന് വെച്ചാൽ 48ൻ്റെ ഡബിൾ 9.6 ആണ്. 5 × 10. ഇനി 9.6 അയ്യോ കുറച്ച് ആവേശം കൂടിയിട്ടാണ് തോന്നുന്നു, ഒരു ചെറിയ തെറ്റ് പറ്റിപ്പോയി. എന്താണത്? AQ 0.90 ആയിരുന്നു, അതായത് 0.9 ആണ് വരുന്നത്. അതിൻ്റെ ഒരു ഡിഫറൻസ് വരും. അപ്പം അവിടെ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ തെറ്റിപ്പോയി. തിരക്ക് പിടിക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമാണിത്. സോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് കറക്റ്റ് ചെയ്തോളേ. ഓക്കെ, ഫൈനൽ ആൻസർ എക്സ് നമുക്ക് 1.6 കിട്ടും. സുഖമായിട്ട് കറക്റ്റ് ചെയ്യും. ഈ 0.9 ഉള്ളത് മാറ്റി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇനിയും പറയേണ്ട കാര്യമില്ല. എക്സിൻ്റെ വാല്യൂ 1.6 കിട്ടും. ഇവിടെ ഇപ്പം 0.9, ഇപ്പം ഇവിടെ 9/36 ആണ് വരിക. ഇപ്പോൾ ഇവിടെ 4 ആണ് വരിക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 4x ആണ് വരിക. അപ്പോൾ 3x = 4.8 എന്നാണ് വരിക. അപ്പോൾ x = 4.8/3. അപ്പോൾ റെഡ്യൂസ് ചെയ്താൽ മതി, 1.6 എന്ന് കിട്ടും. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 1.6. ഓക്കെ, ഇതാണ് ഷാഡോൻ്റെ ലെങ്ത് 1.6 മീറ്റർ. സോ ദ ഷാഡോ ഓഫ് ദ ഗേൾ ആഫ്റ്റർ വാക്കിംഗ് for 4 seconds is 1.6 meter long. So this is answer.
എക്സാമ്പിൾ 8 ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ എക്സാമ്പിൾ 8 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ 8 ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാം. ഇൻ ഫിഗർ CM ആൻഡ് RN ആർ റെസ്പെക്റ്റീവ്ലി ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. സോ ഇതിന് മുമ്പ് മീഡിയൻ എന്താണെന്നുള്ള ഒരു റിമാർക്ക് നമുക്ക് എഴുതാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, സോ ജസ്റ്റ് റൈറ്റ് എ സൈഡ് ഹെഡിങ് റിമാർക്ക്. എന്നിട്ട് മീഡിയൻ എന്താണെന്ന് ഒന്ന് റീകോൾ ചെയ്യാം. അതിനുശേഷം ഈ പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലം കൂടെ ചെയ്തിട്ടേ ഞാൻ വീഡിയോ അവസാനിക്കുള്ളൂ. ചിലപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് കൂടുതൽ എടുക്കും. ഓക്കെ, സോ എന്താണ് മീഡിയൻ എന്നാണ് പറയാൻ പോകുന്നത്. ഒരു ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി എനി ടൈപ്പ് ഓഫ് any kind of triangle ABC, and I'm going to draw a line like this AP, and if AP is known as median, then AP should bisect BC. അതാണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ. അതായത് ഈ ട്രയാങ്കിളിലെ മീഡിയൻ ആണ് AP എന്ന് പറയണമെങ്കിൽ, ഈ ലൈനിനെ എനിക്ക് മീഡിയൻ എന്ന് പറയണമെങ്കിൽ, ഇതിനെ ഞാൻ മീഡിയൻ എന്ന് വിളിക്കണമെങ്കിൽ, ഈ BP, ഈ AP പോയി ടച്ച് ചെയ്യുന്ന BC എന്ന് പറയുന്ന ലൈനിനെ ഈ AP 2 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് BP ഷുഡ് ബി ഈക്വൽ ടു PC. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് 10 ആണെങ്കിൽ ഈ മീഡിയൻ വരച്ചതിന് ശേഷം ഇത് 5ഉം 5ഉം ആയിട്ട് മാറിയിട്ടുണ്ടാകണം, എങ്കിലേ അത് മീഡിയൻ ആവുള്ളൂ. ആൻഡ് മെനി സ്റ്റുഡൻസ് ഹാവ് സം കൺഫ്യൂഷൻ ദാറ്റ് they believe that these two angles are 90 degree. It can be 90 degree, cannot be. There is no condition that the angle should be 90 degree. This line can be perpendicular or cannot be. അത് നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആവാതിരിക്കാൻ നിങ്ങൾ അതല്ല ശ്രദ്ധിക്കേണ്ടത്. ഇത് എന്താണ് പറയുക, AP എന്ന് പറയുന്നത് ഒരു മീഡിയൻ ആണെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആകണമെന്നില്ല. അത് നിങ്ങൾ മൈൻഡാക്കുക വേണ്ട. എന്താണ് AP എന്ന് പറയുന്നത് ഈ സൈഡിനെ 2 ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് മീഡിയൻ ആണ്. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് ദ ഡെഫിനിഷൻ ആസ് ഇഫ് AP ഈസ് മീഡിയൻ AP ഷുഡ് ബൈസെക്ട് BC എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അത്ര എഴുതിയാൽ മതി മീഡിയൻ. ഇനിയാണ് നമ്മൾ എക്സാമ്പിൾ 8 പോകുന്നത്. ഓക്കെ, ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ ആൻഡ് സി. ഞാൻ വേണേൽ വായിക്കാം. നമുക്ക് ഈ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൽ പറയുന്ന കാര്യം എന്താണ്? ഇൻ ഫിഗർ 6.33 CM and RN are respectively the medians of triangle ABC and triangle PQR. And one more given information is if triangle ABC is similar to triangle PQR. They already said that triangle ABC and triangle PQR are similar. So by using this information, by using the all other given information, you are supposed to prove that this is the first thing you are supposed to prove, this is the second thing you are supposed to prove, and this is the third information you are supposed to prove. 3 sub questions are there. Very, very, very important question. Okay, you can expect same type of a question in board exam. Let me draw a figure and explain the question once again. Okay, നമുക്ക് തന്നിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള 2 ട്രയാങ്കിൾസ് ആണ്. ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ പേര് ABC. ആ ABC എന്ന ട്രയാങ്കിളിൽ അവർ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് CM എന്ന് പറയുന്നത് ഒരു മീഡിയൻ ആണെന്ന്, അല്ലേ? CM ആൻഡ് RN ആർ ദ റെസ്പെക്റ്റീവ്ലി ദ മീഡിയൻസ് ഓഫ് ട്രയാങ്കിൾ ABC. അതായത് CM എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABCയിലെ മീഡിയൻ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? CM ABനെ 2 ഈക്വൽ പോർഷൻ ആക്കും. അതായത് AM ഷുഡ് ബി ഈക്വൽ ടു MB. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. AMഉം MBയും ഈക്വൽ ആണെന്ന് കാണിക്കാം. അത് നിങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതാ തലകുത്തി വെച്ചേക്കാണ്. ഇത് ഇങ്ങനെ RQP. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് RN മീഡിയൻ ആണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഈ QNഉം NPയും ഈക്വലാണ്. ഇത്രയും കാര്യങ്ങൾ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ അപ്പോൾ നിങ്ങൾക്ക് ഗിവൺ കാര്യങ്ങളൊക്കെ എഴുതാം. എന്താണ് ഗിവൺ? CM ആൻഡ് RN ആർ മീഡിയൻസ്. അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് എന്താണ്? AM ഷുഡ് ബി ഈക്വൽ ടു MB എന്ന് നിങ്ങൾക്ക് എഴുതാം. QN ഷുഡ് ബി ഈക്വൽ ടു NP. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം മീഡിയൻ ബൈസെക്റ്റ് എന്നുള്ളത് വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. AM ഷുഡ് ബി ഈക്വൽ MB ആവണം, QN ഷുഡ് ബി ഈക്വൽ NP. ആ റിമാർക്ക് അനുസരിച്ച് നമ്മൾ അതത്ര എഴുതാം നമുക്ക്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ ഗിവൺ ആണ്. എന്താണ് ഗിവൺ? വേഗം പറയൂ. And one more, this is the first given thing, and the second given thing is triangle ABC, and they already given that triangle ABC is similar to triangle PQR. എന്ന് പറഞ്ഞാൽ എന്താ? അവർ പറഞ്ഞിട്ടുണ്ട് മക്കളെ ഈ വലിയ ട്രയാങ്കിൾ ABCയും ഈ വലിയ ട്രയാങ്കിൾ PQRഉം സിമിലിയർ ആണ്. വൺസ് അഗെയിൻ they already given that the big triangle ABC and the big triangle PQR are already similar. അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് വാട്ട് വി ആർ സപ്പോസ് ടു പ്രൂവ്? വി ആർ സപ്പോസ് ടു പ്രൂവ് ഫസ്റ്റ് വൺ വാട്ട്?
ട്രയാങ്കിൾ എ എം സിയും സിമിലർ ടു ട്രയാങ്കിൾ പി എൻ ആറും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ എ എം സി എന്ന് പറയുന്ന ഈ കുഞ്ഞ് ട്രയാങ്കിളും ട്രയാങ്കിൾ പി എൻ ആർ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ട്രയാങ്കിളും, വൺസ് അഗെയിൻ ട്രയാങ്കിൾ എ എം സി എന്ന് പറയുന്ന ഈ കുഞ്ഞ് ട്രയാങ്കിളും ട്രയാങ്കിൾ പി എൻ ആർ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തൊക്കെയാണ് ഗിവൺ തിങ്? ഒന്ന്, ഇത് മീഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വലിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഈ കുഞ്ഞ് ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് എടുക്കണം. സോ ഇതിൻ്റെ പ്രൂഫിലോട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്യാം, ഒരു ഭംഗിയാക്കി ഷെയ്ഡ് ചെയ്യാം നിങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ട്രയാങ്കിളും ആണല്ലോ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. ട്രയാങ്കിൾ എ എം സിയും ട്രയാങ്കിൾ പി എൻ ആറും. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എ ക്രൈറ്റീരിയ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എസ് എ എസ് ക്രൈറ്റീരിയ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പറയൂ അല്ലെങ്കിൽ എസ് 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 ക്രൈറ്റീരിയ ഉപയോഗിക്കണം. ഓക്കെ, പക്ഷേ ചുരുക്കം പറഞ്ഞാൽ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല ആ രണ്ട് ഷെയ്ഡഡ് ട്രയാങ്കിളിലും, സൈഡ്സ് ഒന്നും തന്നിട്ടില്ല ആ രണ്ട് ഷെയ്ഡഡ് ട്രയാങ്കിളും, പിന്നെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് മടക്കി വെക്കാൻ പറ്റുമോ? അതും പറ്റില്ല, നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗിവൺ ഇൻഫർമേഷൻ എന്താണ്? ട്രയാങ്കിൾ എ എം സി സിമിലർ ടു ട്രയാങ്കിൾ ഗിവൺ ഇൻഫർമേഷൻ എന്താണ്? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ആർന്ന് ഗിവൺ ആണ്. അപ്പോൾ എന്താണ്? അതങ്ങ് എടുക്കുക. ഗിവൺ ദാറ്റ് വാട്ട് ഈസ് ഗിവൺ? ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. ആ രണ്ട് വലിയ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കേൾക്കുക. ട്രയാങ്കിൾ എ ബി സിയും സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ആണെന്ന് ഗിവൺ ആയിട്ടുണ്ട്. അതിൽ നിന്നും അത് രണ്ടും സിമിലർ ആയതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയാൽ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവണ്ടേ? അതായത് ദാറ്റ് ഈസ് സിൻസ് ദേ ആർ സിമിലർ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുന്നത് എന്തൊക്കെ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആയിരിക്കും, ഏതൊക്കെ ആംഗിൾ എ ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ പി. അതിൽ ഫിഗറിലോട്ട് നോക്കേണ്ട കാര്യമില്ല, ഈ പേര് മാത്രം നോക്കിയാൽ മതി. ആംഗിൾ ബി ഈക്വൽ ആംഗിൾ ക്യൂ, ദെൻ ആംഗിൾ സി ഈക്വൽ ആംഗിൾ ആർ. അപ്പോൾ പേര് ഇങ്ങോട്ട് എടുത്തെഴുതുമ്പോൾ മാറിപ്പോകരുത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ പേര് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ സൈഡ്സിൻ്റെ കാര്യങ്ങൾ എന്ത് എഴുതാം? എ ബി ഷുഡ് ബി ഈക്വൽ ടു പി ക്യൂ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, ഇത് സിമിലാരിറ്റിയാണ്, റേഷ്യോ ആണ് ഈക്വൽ. എ ബി ഡിവൈഡ് ബൈ പി ക്യൂ, അങ്ങനെ മാറിപ്പോരുത് കേട്ടോ മക്കളെ. ഷുഡ് ബി ഈക്വൽ ടു ബി സി ഡിവൈഡ് ബൈ ക്യു ആർ ഷുഡ് ബി ഈക്വൽ ടു എ സി ഡിവൈഡ് ബൈ പി ആർ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. പറ്റുമോ? പറ്റും. ഇതിൽ ഇത്രയും കാര്യങ്ങൾ രണ്ടും നമുക്ക് എഴുതാം. ഇതിൽ നമുക്ക് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനോട്ട് നമ്മൾ ഈ ഗിവൺ കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇതിലെല്ലാം നമുക്ക് ആവശ്യമില്ല. ഈ രണ്ട് ഷെയ്ഡഡ് ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് മാത്രം ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നു. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, ആംഗിൾ എ ഈക്വൽ ആംഗിൾ പി. നമ്മൾ ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഇതിനെ നമുക്ക് ഒരു കോമൺ ഇക്വേഷൻ 1 കൊടുത്താൽ മതി. ഇനി എന്നിട്ട് ഫ്രം 1 എഴുതാം. ഈ 1ൽ നിന്ന് നമുക്ക് ഈ രണ്ട് ഷെയ്ഡ് ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് പെറുക്കിയെടുക്കുന്നു. ഒന്ന്, ആംഗിൾ എ ഈക്വൽ ആംഗിൾ പി ആണെന്നുള്ളതും അത് എന്തുകൊണ്ടാണ് അത് പെറുക്കിയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു മനസ്സിലാവും. ആംഗിൾ എ ഈക്വൽ ആംഗിൾ പി എന്നുള്ള ഈ കാര്യവും എടുക്കുന്നു. പിന്നെ ഏത് കാര്യം എടുക്കുന്നതെന്ന് അറിയാം? പിന്നെ ഇപ്പോൾ ഏത് കാര്യം എടുക്കുക? ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ആംഗിൾ എ ഈക്വൽ ആംഗിൾ പി അവിടെ ഉണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ എ ബി ബൈ പി ക്യൂ ഇനി നിങ്ങൾ നോക്കാം എന്തുകൊണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്നുള്ള കാര്യം എടുത്തു എന്നുള്ള റീസൺ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞേക്കാം. ആംഗിൾ എ ഈക്വൽ ആംഗിൾ പി എന്നുള്ള കാര്യം ഞാൻ ഇതിൽ നിന്ന് അതെന്തുകൊണ്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ രണ്ട് ഷെയ്ഡ് ട്രയാങ്കിൾ ഈക്വൽ ആണെന്നാണ്. ആ രണ്ട് ഷെയ്ഡ് ട്രയാങ്കിളും വരുന്ന ആംഗിളാണ് ആംഗിൾ എയും ആംഗിൾ പിയും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തത്. അതിന് റീസൺ ആയാലും അടുത്തത്. ഇനി അടുത്തത് ഞാൻ ഈ എ ബി ബൈ പി ക്യൂ ഈക്വൽ ബി സി ബൈ ക്യു ആർ ഈക്വൽ എ സി ബൈ പി ആർ എന്നുള്ളതിൽ നിന്ന് എ ബി ബൈ പി ക്യൂ ഈക്വൽ ടു എ സി ബൈ പി ആർ എന്നുള്ള കണ്ടീഷൻ മാത്രം എടുക്കുന്നു. അങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നതെന്ന് അറിയോ? ഈ ട്രയാങ്കിളിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സൈഡുകൾ എടുക്കണം. ഒന്ന്, ഈ ട്രയാങ്കിളിലെ ഈ ഷെയ്ഡ് ട്രയാങ്കിളിലെ രണ്ട് കറസ്പോണ്ടിങ് സൈഡാണ് എ സി ബൈ എ സിയും പി ആറും. അതുകൊണ്ട് എ സിയും പി ആറും ഞാൻ എടുക്കുന്നു. അപ്പോൾ അതിന് എ സി ബൈ പി ആർ എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ഷെയ്ഡ് ട്രയാങ്കിളിലുള്ള സൈഡ്സിൻ്റെ റേഷ്യോ ആണ്, അതെനിക്ക് ആവശ്യമുണ്ട്. കാരണം ഷെയ്ഡ് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യലാണ് എൻ്റെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇതെടുത്തു. ഇനി എന്തുകൊണ്ട് ഇതെടുത്തു എന്നറിയോ? ബി സി ബൈ ക്യു ആർ എന്തുകൊണ്ട് എടുത്തില്ല? ബി സിയും ക്യു ആറും ആ ഷെയ്ഡ് ട്രയാങ്കിൾ വരുന്ന സൈഡുകളല്ല. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എ ബി ബൈ പി ക്യു എടുക്കാനുള്ള കാരണം എനിക്ക് രണ്ട് പെയർ ഓഫ് സൈഡുകൾ എന്തായാലും വേണം. ഇതെന്തായാലും പറ്റില്ല. എ ബി ബൈ പി ക്യു എടുത്തു കഴിഞ്ഞാൽ എ ബിയിൽ ഈ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എ ബി എന്ന് പറയുന്ന സൈഡിൽ വരുന്നുണ്ടല്ലോ.
പിന്നെ ഈ ഒരു ഭാഗം പി ക്യു എന്ന് പറയുന്ന സൈഡിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും നമ്മൾ ഷെയ്ഡഡ് ട്രയാങ്കിലോട്ട് കണക്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ എന്നുള്ള കണ്ടീഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തുന്നു. ഓക്കെ, ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷൻ വരുത്തുന്നു. നിങ്ങൾക്കിത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലും എനിക്കിപ്പം അത് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇതിന് ചെറിയൊരു ഡൗട്ട് വരും, എന്തുകൊണ്ട് ഷിബിൻ സാർ ഇത് എടുത്തു, ഇനി എന്താണ് അയാൾ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ തോന്നും. അത് നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ മനസ്സിലാകാൻ കിട്ടില്ല. അങ്ങനെ തന്നെയാണ് പഠിക്കുക, അതാണ് ലേണിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പം ആംഗിൾ എ ഈക്വൽ ആംഗിൾ പി അത് നമ്മുടെ കയ്യിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എ ബി ബൈ പി ക്യു ഈസ് ഈക്വൽ ടു എ സി ബൈ പി ആർ എന്നുള്ളത് എടുത്തു ഞാൻ. ഓക്കെ, എ സി ബൈ പി ആറിന് എനിക്ക് മാറ്റം വരുത്തേ വേണ്ട. കാരണം എന്താ, അത് എനിക്ക് ഷെയ്ഡ് ട്രയാങ്കിളുള്ള 2 സൈഡ് തന്നെയാണ്. പക്ഷേ എ ബി ബൈ പി ക്യു ഷെയ്ഡ് ട്രയാങ്കിളിലോട്ട് കറക്റ്റ് അങ്ങ് വന്നിട്ടില്ല. അതിനെ വരുത്താം. എങ്ങനെ വരുത്താമെന്നറിയോ? എ ബിനെ ഞാൻ 2AM എന്ന് എഴുതുവാണ്, പി ക്യുവിനെ ഞാൻ 2PN എന്ന് എഴുതുവാണ്. റൈറ്റ് സൈഡിലുള്ള എ സി ബൈ പി ആർ അതുപോലെ എഴുതി. എന്തുകൊണ്ടാണ് എ സി ബൈ പി ആർ അതുപോലെ എഴുതാൻ കാരണം, ഈ 2 സൈഡും ആ ഷെയ്ഡ് ട്രയാങ്കിൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട 2 സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട 2 ട്രയാങ്കിളുള്ള സൈഡുകളാണ് ഇതുള്ളത്. അതുകൊണ്ട് അതിനെ മാറ്റം വരുത്തണ്ട. പക്ഷേ എ ബി ബൈ പി ക്യു നമുക്ക് ഈ ഷെയ്ഡ് ട്രയാങ്കിളിൻ്റെ സൈഡിലോട്ട് വന്നിട്ടില്ല. എ ബി എന്ന് വെച്ചാൽ മൊത്തമുണ്ട്, ആ ഷെയ്ഡ് ട്രയാങ്കിളുടെ സൈഡ് ഇത്രയേ ഉള്ളൂ, എ ബിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് മോഡിഫിക്കേഷൻ എ ബി ബൈ പി ക്യുവിൽ വരുത്തണം. അത് അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കണക്ട് ചെയ്യുക. ഇനി എ ബിനെ എനിക്ക് 2AM എന്ന് എഴുതാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു AM ഈസ് ഈക്വൽ ടു MB എന്ന്. അതായത് ടോട്ടൽ 10 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും 5ഉം, ഇത് എത്രയായിരിക്കും 5ഉം. കാരണം എന്താ, CM മീഡിയനാണ്. ടോട്ടൽ 10നെ 5ഉം ആക്കും. അതായത് എ ബി എന്ന് പറയുന്നത് ടോട്ടൽ 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതും 5ഉം ആയി. അപ്പം ഈ AMൻ്റെ ഡബിൾ ആയിരിക്കൂലേ എ ബി, ഈ 5ൻ്റെ ഡബിൾ അല്ലേ 10. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ പോരെ, ഈ AMൻ്റെ ഡബിൾ ആയിരിക്കില്ലേ എ ബി. അതെ, അതുകൊണ്ടാണ് 2AM എന്ന് എഴുതിയത്. അതുപോലെ തന്നെ സിമിലർലി ഞാൻ QP RN മീഡിയൻ അവിടെയും. അപ്പോൾ QPനെ എന്തെന്ന് എഴുതാം, 2PN എന്ന് എഴുതാം. മനസ്സിലായി കണ്ടാവും. ഇനി 2ഉം 2ഉം ക്യാൻസലായി. ബാക്കി എന്ത് വന്നു, AM ബൈ PN ഇസിക്കൽ. ഇപ്പം നിങ്ങൾ നോക്കി AM ബൈ PN നമുക്ക് വേണ്ട. ഇപ്പം നമുക്ക് ഷെയ്ഡ് ട്രയാങ്കിളോട് ചുരുങ്ങി സൈഡ് AM ബൈ PN ആയി വന്നു. കണ്ടില്ലേ, ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്തോളും മക്കളെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇനി നിങ്ങൾ നോക്കുക, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് റൂള് ഇപ്പം എന്താ നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്, ആംഗിൾ എ ഈക്വൽ ആംഗിൾ പിയും ഇപ്പോൾ എത്തി നിൽക്കുന്ന ഇത് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. എന്താ പറയുന്നത്, ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് പറയുന്നു. അതായത് ഈ ആംഗിളും ഈക്വലാണ്. ഇനി ആ 2 ആംഗിളിൻ്റെയും ഇരുവശമായിട്ടുള്ള AC-യും AM-ഉം, അതായത് ഈക്വലായിട്ടുള്ള ആംഗിൾ എയും ആംഗിൾ പിയും ആണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ ഈ ഷെയ്ഡ് ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അതിലോട്ട് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ 2ഉം ഒരു ആംഗിൾ ഈക്വലാണ്. അപ്പോൾ 1 പെയർ ഓഫ് ആംഗിൾസ് ഈക്വലാണ്. 1 പെയർ, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാം. ഈ ആംഗിളിൻ്റെ ഇരുവശമാണ് AM-ഉം AC-യും, ഈ ആംഗിളിൻ്റെ ഇരുവശമാണ് PN-ഉം PR-ഉം. അതിൻ്റെ റേഷ്യോ ഈക്വലാണെന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതാ AM ബൈ PN. ഈ ആംഗിളിൻ്റെ ഈ വശമായ AM-ഉം ഈ ആംഗിളിൻ്റെ ഈ വശമായുള്ള PN-ഉം തമ്മിലുള്ള റേഷ്യോവും, ഈ ആംഗിളിൻ്റെ ഈ വശമായ AC-യും ഈ ആംഗിളിൻ്റെ ഈ വശമായുള്ള PR എന്നുള്ള റേഷ്യോയും അതാ ഈക്വലാന്നല്ലേ പറയുന്നത്. അതായത് എന്താ, 2 ആംഗിൾ ഈക്വലാണ്. ആ ആംഗിളിൻ്റെ അടുത്തടുത്ത് കിടക്കുന്ന ആ ആംഗിളിൻ്റെ ഇരുവശവുമായിട്ടുള്ള സൈഡുകളുടെ റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോയും ഈക്വലാണ് എന്ന് പറയുമ്പം ഏത് റൂളാണ് വരിക, ബൈ ടെൽ മീ, SAS റൂൾ. വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അതിലോട്ട് കൺക്ലൂഡ് ചെയ്യാം. ആ ഷെയ്ഡ് ട്രയാങ്കിൾ 2 എന്താണ്, സിമിലർ ആണ്. ദാറ്റ് മീൻസ് പറ ട്രയാങ്കിൾ AMC സിമിലർ ടു ട്രയാങ്കിൾ PNR. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതങ്ങ് എടുത്ത് കഴിഞ്ഞാൽ മതി, അതിലോട്ട് പ്രൂഫ് എത്തി. മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഇതാ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന് മാത്രമേ എഫേർട്ട് എടുക്കുന്നു. ബാക്കി 2 സബ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒറ്റ പ്രാവശ്യം ശ്രദ്ധിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു തീർക്കാം. നമുക്ക് ഈ വലിയ 2 ട്രയാങ്കിളും ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും PQR എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ട്രയാങ്കിളും ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ട്രയാങ്കിളും ഈ ഷെയ്ഡഡ് ആയിട്ടുള്ള ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും റൂൾ അപ്ലൈ ചെയ്യണമെങ്കിലുള്ള സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടില്ല, ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള. അതുകൊണ്ട് നമ്മൾ ഈ ഗിവൺ ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇതിൽ നിന്ന് നമുക്ക് ഷെയ്ഡഡ് ആയിട്ടുള്ള 2 ട്രയാങ്കിളാണല്ലോ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തു. അതായത്
ആംഗിൾ എയും ആംഗിൾ പിയും ആ ഷെയ്ഡഡിലുണ്ട്. അതുകൊണ്ട് ആംഗിൾ എ ഈസിക്കൽ ആംഗിൾ പി എന്നുള്ള ആ ഇൻഫർമേഷൻ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തു. പിന്നെ ഈ സൈഡ് ഈസിക്കൽ ഈ സൈഡ് എന്നുള്ള ഈ ഇൻഫർമേഷൻ ഞാൻ സെലക്ട് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്, ഇത് ആ ഷെയ്ഡ് ട്രയാങ്കിൾ വരുന്നില്ല, ഇത് ഏകദേശം വരുന്നുണ്ട്, ഇത് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഞാൻ കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ വളരെ സിമ്പിളാണ് അല്ലേ, ഞാൻ എഴുതുമ്പോൾ കുറച്ച് വലുതായി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നോക്കി, ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ ഞാൻ എടുത്തു പറഞ്ഞു. പിന്നെ രണ്ടാമത് ഈ കണ്ടീഷനിലോട്ട് ഈ കണ്ടീഷൻ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. ഈ ഭാഗം ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം എന്താ, ഇത് നമുക്ക് വേണ്ട ട്രയാങ്കിളിൽ തന്നെ ഉള്ള സൈഡുകളാണ്. ഈ സൈഡിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുന്നു. കാരണം എന്താ, നമുക്ക് വേണ്ട ട്രയാങ്കിളിലോട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഷെയ്ഡ് ട്രയാങ്കിളിലോട്ട് കാര്യങ്ങൾ വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തി. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എടുത്തി. ഇനി നമുക്ക് ഈ കാര്യം ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, രണ്ട് ട്രയാങ്കിൾ SAS റൂൾ ഉപയോഗിച്ച് SAS റൂൾ ഉപയോഗിച്ച് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഓരോ ആംഗിൾ ഈക്വൽ ആവുകയും ഈ സൈഡ് എയും ഈ സൈഡ് ബിയും ആണെന്ന് വിചാരിക്കുക, ഈ സൈഡ് സിയും ഈ സൈഡ് ഡിയും ആണെങ്കിൽ, അതായത് ഈ ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡ് ഗിവൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ, അതായത് ഈ സൈഡും ഇതിന് കറസ്പോണ്ടിങ്ങുള്ള ഈ സൈഡ് A/Cയും ഈ സൈഡും ഇതിന് കറസ്പോണ്ടിങ്ങുള്ള ഈ സൈഡ് B/D, ഇതിൻ്റെ റേഷ്യോ പരസ്പരം ഈക്വൽ ആവുകയും ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ SAS റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം, ആ രണ്ട് ട്രയാങ്കിളും സിമിലറാണ്. അതേ കണ്ടീഷനാണ് ഇവിടെ വന്നേക്കുന്നത്. നിങ്ങൾ നോക്കി, ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വലായി. ആംഗിൾ എൻ്റെ ഇപ്പുറത്തുള്ള ഈ സൈഡുകളും ആംഗിൾ പിൻ്റെ ഇപ്പുറത്തോട്ടുള്ള PNഉം PRഉം ആംഗിൾ എൻ്റെ ഇപ്പുറത്തോട്ടുള്ള AMഉം ACയും അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ AM/PNഉം AC/PR ആണ്. ഇതാ AM/PNഉം AC/PR ആണ് ഇവിടെ ഈക്വലായെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ കാര്യവും കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, SAS റൂൾ ഉപയോഗിച്ച് നമുക്ക് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. എനിക്കൊന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നാൽ അത് വളരെ ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ് മീ ഗോ ടു ദ സെക്കൻഡ് പാർട്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എളുപ്പമാണ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. CM/RN = AB/PQ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് കിട്ടി പ്രൂവ് ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഏതാണ്, ഗിവൺ ദാറ്റ് ട്രയാങ്കിൾ AMC similar to triangle not given, we have proved that triangle AMC similar to triangle PNR. അത് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഇപ്പം ആ ഇൻഫർമേഷൻ ഒന്ന് എടുക്കുക. ആ ഇൻഫർമേഷൻ രണ്ടും സിമിലർ ആണെന്നാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്, പ്രൂവ് ചെയ്തത്. അത് രണ്ടും സിമിലർ ആയതുകൊണ്ട് എന്തായാലും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരും, സിമിലർ ആണല്ലോ. അതുകൊണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു റേഷ്യോ ഫോർമാറ്റിലല്ലേ. അതുകൊണ്ട് ഇത് രണ്ടും ട്രയാങ്കിൾ സിമിലർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് ആവുമെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് അത് എടുക്കുന്നില്ല, കാരണം നമുക്ക് ഈ ഫോർമാറ്റിലോട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് എടുക്കേണ്ടത്. അതായത് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നുള്ള കാര്യം ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നു. അതായത് എന്താണ്, AM/PN should be equal to MC/NR should be equal to AC/PR. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, അതവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് ഓൾറെഡി ഗിവൺ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഓൾറെഡി ഗിവൺ ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. അത് ഓൾറെഡി ഗിവൺ ആണ്. അതിൽ നിന്നും ഇത് സിമിലർ ആയതുകൊണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കുമല്ലോ. അതിൽ നിന്ന് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു, AB/PQ = BC/QR = എന്താണ്, AC/PR എന്നുള്ള എടുത്തു. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. നമുക്ക് എന്താ പ്രൂവ് ചെയ്യുന്നത്, CM/RN = AB/PQ. ഇതാ ഈ ഇക്വേഷൻ പറയുന്നത് AB/PQ = AC/PR എന്നല്ലേ പറയുന്നത്. സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് AB/PQവും എൻ്റെ ഇടയ്ക്ക് ഒരു സാധനമുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. AB/PQവും AC/PRും ഈക്വൽ ആണെന്ന് സെക്കൻഡ് ഇക്വേഷൻ പറയുന്നുണ്ട്. ഇത് മൂന്നും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. AB/PQവും AC/PR ഈക്വൽ ആണെന്ന് സെക്കൻഡ് ഇക്വേഷൻ പറയുന്നുണ്ട്. ഇനി ആ AC/PR അല്ലേ ഈ കിടക്കുന്നത്, ആ AC/PR എന്തിനോട് ഈക്വലാണ്, AM/PNോട് ഈക്വലാണ്. അതായത് ഇവനോട് ഈക്വലാണ്. ഈ ഇവനാണ് ഇതുകൊണ്ട് ഇവിടെ കിടക്കുന്നത്. ആ അവൻ ഇതിനോട് ഈക്വലാണെങ്കിൽ AB/PQവും AM/PNും ഓട്ടോമാറ്റിക്കായിട്ട് മാച്ച് ആവില്ലേ. ആലോചിച്ച് നോക്കുക. ദാറ്റ് ഇംപ്ലൈസ് വാട്ട് ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ സേ AB/PQ. അയ്യോ അതല്ല വേണ്ടത്. ഇതിനോട് ഈക്വൽ അവനാണ് ഇവിടെ കിടക്കുന്നത്. AB/PQ = AC/PR. ആ AC/PR ആണ് ഇവിടെ കിടക്കുന്നത്. ആ AC/PR എന്തിനോട് ഈക്വലാണ്, MC/NR. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AB/PQ = MC/NR ആട്ടോ. അപ്പം ഇതും ഈക്വൽ ആവില്ലേ, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആലോചിച്ചാൽ മതി. ഓക്കെ, A = B ആണ്. ആ B ഒരു ഡിനോട് ഈക്വൽ ആണെങ്കിൽ എയും ഡിയും ഈക്വൽ ആവും. അതുപോലെ AB/PQ = MC/NR ആവും. AB/PQ = ഇത് MC/NR എന്നാണ്. ഇതിനെ വേണമെങ്കിൽ CM എന്ന് എഴുതാം, നമുക്ക് NR-ന് RN എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് പ്രൂവ് ആയില്ലേ, AB/PQ = CM/RN. CM/RN പ്രൂഫ് ആയില്ലേ. ഹെൻസ് പ്രൂഫ്.
സെക്കൻഡ് സോൾവ് ചെയ്തു. ദെൻ ഷാൽ വി ഗോ ടു ദ തേർഡ് വൺ? യെസ്. തേർഡ് വൺ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിക്കി. യെസ്, അതിൻ്റെ ആൻസർ ട്രയാങ്കിൾ CMB എന്ന് പറഞ്ഞാൽ എന്താ? ഈ ട്രയാങ്കിൾ CMBയും ട്രയാങ്കിൾ RNQ, സമയത്ത് സൂം ആവില്ല, RNQ, ട്രയാങ്കിൾ RNQ, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെ എങ്ങനെ നമ്മൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾ നേരത്തെ പ്രൂവ് ചെയ്തു അതേ രീതിയിൽ ഇത് പ്രൂവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, നിങ്ങളതിനെ എക്സ്പാൻഡ് ചെയ്ത് കംപ്ലീറ്റ് നോട്ടാക്കി എഴുതി വെക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അപ്പം എന്തായിരിക്കും നമുക്ക് ആദ്യം വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ട്രയാങ്കിൾ CMB സിമിലർ ടു ട്രയാങ്കിൾ RNQ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഗിവൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏതാണ്? ഓൾറെഡി ഗിവൺ ദാറ്റ് വാട്ട് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. ഇത് വേറൊരു മെത്തേഡിലാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാവുമെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഒരു പ്രശ്നമില്ല കേട്ടോ, ഒരു പ്രശ്നമില്ല. ഞാൻ അതിലോട്ട് ഇപ്പം ഞാൻ ഓൾറെഡി നമ്മൾ ഷെയ്ഡ് ട്രയാങ്കിൾ ചെയ്തതുപോലെ തന്നെ മെത്തേഡാണെങ്കിൽ സിമിലർ മെത്തേഡാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡാണ് ഇതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമാണ്. എളുപ്പമെന്നല്ല, കുറച്ചും കൂടെ ഷോർട്ടാണ്. പക്ഷേ ഇതിൽ കുറച്ചും കൂടെ ലെങ്ത് കൂടുന്നുള്ളൂ. പക്ഷേ നമ്മൾ പഠിച്ച മെത്തേഡ് ആയതുകൊണ്ടാണ് ഇത് തന്നെ എടുക്കുന്നത്. അത് നമുക്ക് കൺഫ്യൂഷൻ വരില്ലെന്ന് വിചാരിച്ച്. ഇത് ഓൾറെഡി ഗിവൺ ആണ്, ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ നമ്മൾ എടുത്തു? ആംഗിൾ, ഇത് രണ്ടും ഓൾറെഡി സിമിലർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ A ഈക്വൽ ആംഗിൾ P, ആംഗിൾ B ഈക്വൽ ആംഗിൾ Q, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആംഗിൾ C ഈക്വൽ ആംഗിൾ R, അതുമാണ്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. AB/PQ ഷുഡ് ബി ഈക്വൽ ടു ടെൽ മീ BC/QR ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? AC/PR. 1 മണിക്കൂർ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് മക്കളെ, മടുത്തു. വെറുതെ സെൽഫ് പ്രൈസ് ചെയ്യാമെന്ന് വിചാരിക്കരുത്, മടുത്തു. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. ഓക്കെ, അപ്പം ഇത് രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടി, അതവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ്? ട്രയാങ്കിൾ CMBയും ട്രയാങ്കിൾ RNQ അല്ലേ? ആ ട്രയാങ്കിൾ CMBയിലും ട്രയാങ്കിൾ RNQയിലും വരുന്ന ആംഗിൾസ് ഏതാ ഉള്ളത്? ആംഗിൾ Bയും ആംഗിൾ Qയും ആ രണ്ട് നമുക്ക് വേണ്ട രണ്ട് ട്രയാങ്കിളിലാണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആംഗിൾ Bയും ആംഗിൾ Qയും നമുക്ക് വേണ്ടത് എടുത്തു. പിന്നെ എന്താണ് വേണ്ടത് ഇതിൽ നിന്നും? സോ നൗ എന്നിട്ട് എഴുതിയാൽ മതി. നൗ ആംഗിൾ B ഈക്വൽ ആംഗിൾ Q. ഇതിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിനൊരു 1 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നൗ ഫ്രം 1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആംഗിൾ B ക്ലിയർ ആയിരിക്കണം കേട്ടോ. എഴുതുമ്പോൾ നൗ ഫ്രം 1 എന്നൊക്കെ പറഞ്ഞ് എഴുതാം. ആംഗിൾ B ഈക്വൽ ആംഗിൾ Q എന്ന് എഴുതും. പിന്നെ നമുക്ക് ഈ ഇൻഫർമേഷനിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നമില്ല, സ്റ്റെപ്പ് റെഡ്യൂസ് ചെയ്യാം. പക്ഷേ ആവശ്യമുള്ള സ്റ്റെപ്പ് ഇതൊന്നും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ മക്കളെ. സോ ആംഗിൾ B ഈക്വൽ ആംഗിൾ Q. ഇതിൽ നിന്ന് നമുക്ക് ഏതാ എടുക്കുക? നമുക്ക് വേണ്ടതിൽ BCയും QR, BCയും QR നമുക്ക് വേണ്ട ട്രയാങ്കിളുള്ളത്. അപ്പോൾ BCയും QR ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നു. പിന്നെ ഏതാണ്? പിന്നെ AC/PR എടുത്തിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടാത്ത ട്രയാങ്കിളാണ് കിടക്കുന്നത്. പിന്നെ AB/PQ എടുക്കലേ നിവർത്തിയുള്ളൂ. ഏതെങ്കിലും ഒരു കണക്ഷനെങ്കിലും വരുന്നുണ്ടല്ലോ, ഈ രണ്ട് കാര്യം എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക, റെഡിയാക്കുക. ABനെ നമ്മൾ എന്തെന്ന് എഴുതണം? ഈ പ്രാവശ്യം 2MB എന്ന് എഴുതണം. നേരത്തെ നമ്മൾ ABനെ 2AM എന്ന് എഴുതി, കാരണം എനിക്ക് വേണ്ടത് ഷെയ്ഡുമായിട്ട് കണക്ട് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് 2AM എന്ന് എഴുതിയത്. ഈ പ്രാവശ്യം ABനെ 2MB, കാരണം മൊത്തം 10, ഇതും 5, ഇത് 5. അപ്പോൾ 2 ഇൻറ്റു ഈ 5 എന്ന് എഴുതാമല്ലോ. നേരത്തെ നമ്മൾ 2 ഇൻറ്റു ഈ 5 എന്ന് എഴുതി മൊത്തം 10-നെ. മൊത്തം ഇതും ഈക്വലാണെങ്കിൽ ഇതിൻ്റെ പകുതിയാണ് ഇവിടെയും കിടക്കുന്നത്. രണ്ടും സെയിം ആണ്. അപ്പോൾ മൊത്തത്തിന് 2 ഇൻറ്റു ഇതൊന്നും എഴുതാം, 2 ഇൻറ്റു ഇതൊന്നും എഴുതാം. നേരത്തെ കേസിൽ 2 ഇൻറ്റു ഇതൊന്നും എഴുതുന്നത് എനിക്ക് ഷെയ്ഡ് ട്രയാങ്കിളുടെ കാര്യമാണ് വേണ്ടത്. അതുകൊണ്ട് അതിനോട് കണക്ട് ചെയ്ത് AMനോട് കണക്ട് ചെയ്ത് ഞാൻ എഴുതി. ഈ പ്രാവശ്യം എനിക്ക് ഷെയ്ഡ് അല്ലാത്ത ട്രയാങ്കിൾ ഇതാണ് വേണ്ടത്. അപ്പോൾ മൊത്തത്തിന് ഞാൻ 2 ഇൻറ്റു BM എന്ന് എഴുതുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ഇൻറ്റു MB. PQനെ എങ്ങനെ എഴുതും? 2 ഇൻറ്റു Q എന്ന് എഴുതി. ഈക്വൽ ടു BC/QR. ഇനി ഇത് രണ്ടും ക്യാൻസലായി. ഇനി ഈ ഇൻഫർമേഷനും കൂടെ കണക്ട് ചെയ്യുക. ഇത് ആംഗിൾ B ഈക്വൽ ആംഗിൾ Q ആണ് പറഞ്ഞേക്കുന്നത്. ആംഗിൾ Bയും ആംഗിൾ Qയും. പിന്നെ ആംഗിൾ Bൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടുള്ള BMഉം ആംഗിൾ Qൻ്റെ ഇപ്പുറത്തെ സൈഡായിട്ടുള്ള QNൻ്റെയും റേഷ്യോ, അതാണ് BM/QNൻ്റെ റേഷ്യോയും. പിന്നെ ഇപ്പുറത്തെ സൈഡായിട്ടുള്ള BCയും ഇപ്പുറത്തെ സൈഡിലുള്ള QRഉം. BCൻ്റെ QRൻ്റെ റേഷ്യോയും ഈക്വലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇടയ്ക്കുള്ള ആംഗിളും ഈക്വലാണ്. അതായത് ബൈ SAS റൂൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. So what we can say? Triangle CMB is similar to triangle. So this is it. You may understood, no? Okay. So നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് വെച്ചാൽ അത്ര ഡെപ്തിൽ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്ത്. എസ്പെഷ്യലി പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പിന്നെ ആ കുട്ടീൻ്റെ ഷെയ്ഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നതും ആ പ്രോബ്ലമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്സ്. മൊത്തം എഴുതാനുള്ള സമയമില്ല. സോ താങ്ക്സ്.